TEV അൻവറിലേക്ക് തന്നെയാണ്. അപ്പോൾ അൻവറിൻ്റെ യുദ്ധം തുടരുകയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു ഇൻ്റർവെൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെ അൻവറുമായി ഇനിയൊരു ബന്ധവുമില്ല എന്നുള്ള പ്രസ്താവന പാർട്ടി സെക്രട്ടറി നടത്തിയിരുന്നു. വാർത്താസമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. അതിനുശേഷം നടന്ന പ്രകടനങ്ങളിൽ അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയരുന്നത് കേട്ടു. ഗോവിന്ദൻ മാഷ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ അൻവറിൻ്റെ കാലും വെട്ടും കൈയും വെട്ടും, എന്നിട്ടത് ചാലിയാർ പുഴയിൽ ഒഴുക്കുമെന്നുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് കേട്ടത്. ദാവൂദ് സാർ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അല്ല, അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നലത്തെ ഷോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പ്രവർത്തകരോട് അൻവറിനെതിരെ രംഗത്തിറങ്ങണമെന്ന ആഹ്വാനം കേട്ടതിന് ശേഷമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്താണ് ആഹ്വാനത്തിൽ വലിയ അപകടങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ആഹ്വാനം കേട്ടിട്ട് സഖാക്കൾ ഇറങ്ങുന്നത്, കയ്യും വെട്ടും കാലും വെട്ടും. ഒന്ന് ആലോചിക്കൂ, CPIM എന്താണ്? CPIMനെ കുറിച്ച് CPIM എന്താ പറയുന്നത്? ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനം. അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ആളുകൾ. ഒരു മനുഷ്യൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ, അത് ഏത് തരത്തിലുള്ള വിയോജിപ്പാകട്ടെ, വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അയാളോട് സംസാരിക്കാനുള്ള വൊക്കാബുലറി, നിങ്ങളുടെ കയ്യിലുള്ള പദാവലി എന്താണ്? ഒരു ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പദാവലി ഇതാണ്: കയ്യും വെട്ടും കാലും വെട്ടും. അല്ലെങ്കിൽ തല പൂക്കുല പോലെ, തെങ്ങിൻ പൂക്കുല പോലെ തല ചിതറിക്കും. ഇതെന്താണ്? CPM ഈ വിയോജിപ്പുകളോട് സ്വീകരിക്കുന്ന സമീപനം, അതിലെ പ്രതിസന്ധിയെ മറികടക്കാൻ CPM എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളൊരു ദ മോസ്റ്റ് പവർഫുൾ ഐക്കൺ, സിമ്പൽ എന്താണെന്ന് ചോദിച്ചാൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവയാണ്. ആ ഒരു കാര്യമുണ്ടല്ലോ, അത് എങ്ങനെയാണ് CPM പ്രതിസന്ധിയെ മറികടക്കുന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ചൊരു സിമ്പലാണ്. ഒന്ന് ഇന്നോവ ഈ പറയുന്ന, ഞങ്ങൾ വയലൻസിലൂടെ വിയോജിപ്പുകളെ മറികടക്കും. മാഷാ അല്ലാഹ് സ്റ്റിക്കർ എന്താണ്? ഇസ്ലാമോഫോബിയ ഉപയോഗിച്ചും നമ്മൾ പ്രതിസന്ധികളെ മറികടക്കും എന്നുള്ളതാണ്. അത് രണ്ടിൻ്റെയും ഏറ്റവും മികച്ച മിശ്രിതം, ബ്ലെൻഡ് എന്നുള്ളതാണ് ഈ ഇന്നോവ, മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് CPMനെ കുറിച്ചുള്ള സംസാരങ്ങളിൽ ഈ നെറ്റിസൺസ് എപ്പോഴും ഈ സിമ്പൽ ഉപയോഗിക്കുന്നത്, ഈ മാഷാ അല്ലാഹ് ഇന്നോവ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് അൻവറിൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അൻവറിനെതിരെ അൻവറിൻ്റെ കൈവെട്ടും കാലുവെട്ടും ചാലിയാറിലൊഴുക്കും ഈ നിലക്കുള്ള കൊലവിളി പ്രസംഗങ്ങൾ നടത്തുക. മറുഭാഗത്ത് എന്താ നടക്കുന്നത്? അയാളെ സുഡാപ്പിയാക്കുകയാണ്. പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ പിണറായി എങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്? മലപ്പുറം ജില്ലയിലെ കുറ്റങ്ങളുടെ കണക്ക് പറയുകയാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന എന്താ പറയുന്നത്? മതരാഷ്ട്രവാദികളുടെ പണിയാണ് അൻവർ എടുക്കുന്നത്. ഇത്ര പെട്ടെന്നാണ്. അൻവർ ഇവിടെ എന്താ ചെയ്തത്? അൻവർ ചെയ്തത്, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൽ, നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ RSSകാരാണ് കളിക്കുന്നത് എന്ന് പറയുകയാണ് ചെയ്തത്. അത് സംബന്ധമായി കുറേ അധികം തെളിവുകളും രേഖകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നു. ഇതിൽ CPMന് വേണം യോജിക്കാം വിയോജിക്കാം. അൻവർ പറയുന്നത് പച്ചക്കള്ളാണെന്ന് പറയാം. പക്ഷേ വളരെ പെട്ടെന്ന് അൻവർ സുഡാപ്പിയായി മാറുകയാണ്, മതരാഷ്ട്രവാദിയായി മാറുകയാണ്. ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ ആ പ്രയോഗം വരുന്നുണ്ട്, പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധിയെ വയലൻസിലൂടെയും മുസ്ലിം വിരുദ്ധതയിലും അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയിലൂടെയും കൂടെ മറികടക്കാം എന്നാണ് CPM വിചാരിക്കുന്നത്. CPM അങ്ങനെ വിചാരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള വഴിയാണ്. ആ ഒരു ലൈൻ CPM നേരത്തെ സ്വീകരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 87 ഇലക്ഷനിൽ നായനാർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? 85-86 കാലഘട്ടത്തിലെ ശരീഅത്ത് വിരുദ്ധ ക്യാമ്പയിൻ്റെ തുടർച്ചയിലാണ് വൻ ഭൂരിപക്ഷത്തിൽ നായനാർ അധികാരത്തിൽ വരുന്നത്. EMS ആണ് ആ ക്യാമ്പയിൻ ലീഡ് ചെയ്തത്. അതൊരു സക്സസ്ഫുൾ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ദെൻ ലാസ്റ്റ് LSG ഇലക്ഷൻ, ആ കോടിയേരി വളരെ കുപ്രസിദ്ധമായ പ്രസ്താവന നടത്തുന്നത്. ഇവിടെ എന്താണ്? ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യമാണ്, അതിനെതിരെയാണ് നമ്മൾ മത്സരിക്കുന്നത്. അതും വർക്ക് ചെയ്തു. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അത് ആവർത്തിച്ച് ഉപയോഗിക്കാൻ CPM ഇപ്പം അൻവർ പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? CPMലെ സ്വാഭിമാന ഹിന്ദു ഉണരുകയാണ്. നമുക്ക് ഹിന്ദു ഉണരുക എന്ന് പറയുന്ന പ്രയോഗം കേരളത്തിൽ കൊണ്ടുവരുന്നത് നമുക്കറിയാം ശശികലയാണ്. പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗമായുള്ള പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിലാണെങ്കിലും
പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിലാണെങ്കിലും ഗോവിന്ദ മാഷ് ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണെങ്കിലും അതിനുശേഷം ഉറങ്ങിക്കിടന്ന CPM സൈബർ സ്പേസിൽ വരുന്ന വിമർശനങ്ങളായാലും അതിൽ പൊതുവായ ഒരു ത്രെഡ് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭിമാന ഹിന്ദുവിനെ ഉണർത്തുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അൻവർ പ്രതിസന്ധിയെ മറികടക്കാൻ CPM ശ്രമിക്കുന്നത്. അത് പക്ഷേ നേരത്തെ വർക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പം പെട്ടെന്ന് ചില ലാഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതെന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ വിഷം ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ലാഭം കിട്ടിയേക്കാം, ഇപ്പം ചിലപ്പോൾ മറികടന്ന് വരാം. പക്ഷേ അത് അരിച്ചിറങ്ങി വ്യാപിക്കുന്നത് അനുസരിച്ച് അതിനെ എൻഗേജ് ചെയ്യാൻ സജ്ജമായ ഒരു കൂട്ടർ ഇവിടെ വേറെയുണ്ട്. അതിനാണ് നമ്മൾ മലയാളത്തിൽ സംഘ് പരിവാർ എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത്. CPM ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് CPMൻ്റെ അടിത്തറ അടിമണ്ണ് സ്വയം ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഭാഗത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് സമ്പൂർണ്ണമായ വിശ്വാസ്യതാ പ്രതിസന്ധിയല്ല, വിശ്വാസ്യതാരാഹിത്യം, ട്രസ്റ്റ് ഡെഫിസിറ്റ് സംഭവിച്ചു കഴിഞ്ഞു. അത് കുറേ കാലം കൊണ്ടുണ്ടായതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് അൻവർ എപ്പിസോഡ് വന്നതോടുകൂടി, ഈ അജിത് കുമാർ എപ്പിസോഡ് വന്നതോടുകൂടി അത് സംഭവിച്ചു കഴിഞ്ഞു, അത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പുറത്ത് ഇവർ ഈ നിലക്ക് ഈ ഇസ്ലാമോഫോബിയ സാധ്യതകൾ ഉപയോഗിച്ച് ഇതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിഷം അകത്ത് കയറിയ ആളുകളെ പിടിക്കാൻ, അവരെ കൂട്ടിക്കൊണ്ട് അവരെ ബൂത്തിലെത്തിക്കുവാൻ പറ്റുന്ന ഒരു സംഘം ഇവിടെ നേരത്തേക്കാൾ സജ്ജമായി വെരി ഓയിൽഡായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ദ ലോങ് റൺ CPMനെ തന്നെ നശിപ്പിക്കുകയാണ്. ഇങ്ങനെയൊന്നും അലമ്പാണ്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നമുണ്ടല്ലോ, ഇപ്പോൾ ഉള്ള ഈ പ്രശ്നം വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്നതായിരുന്നു. ലളിതമായൊരു സംഗതി, ചെറിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പ്. ഈ പറയുന്ന അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ഈ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഒന്ന് മാറ്റി അപ്പുറത്ത് വെച്ചാൽ പിണറായി വിജയന് ഒരു നിമിഷാർദ്ധം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഇരിക്കുന്ന പോർട്ട്ഫോളിയോ ഒന്ന് എടുത്ത് അപ്പുറത്ത് ജയിലിലോ അല്ല ഫയർഫോഴ്സിലോ വെറുതെ ഒന്ന് എടുത്തു വെക്കുക. ഈ പ്രശ്നം ഇത്ര വഷളാകുമായിരുന്നില്ല. അപ്പോൾ ഇത്രയും വഷളാകും വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന, കാരണം അതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നുള്ളതല്ല, ഇങ്ങനെ പ്രശ്നം ഡെവലപ്പ് ചെയ്യുമായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് പിണറായി വിജയൻ്റെ സഹജമായ ദുരഭിമാനം കൊണ്ടാണ് എന്ന് പൊതുവെ ആളുകൾ വിചാരിക്കുന്നത്. അതല്ല, അതേക്കാൾ ഈ പറഞ്ഞ മടിയിൽ എന്തോ കനമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങേരെ അവിടുന്ന് എടുത്തു വെക്കാൻ പറ്റാത്ത വിധം ബന്ധിതനാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നോക്കൂ. അങ്ങനെ ADGP അജിത് കുമാറിനെ കവചമൊരുക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി പൊളിറ്റ് ബ്യൂറോ അംഗമായുള്ള മുഖ്യമന്ത്രിയായുള്ള പിണറായി വിജയൻ രംഗത്ത് വരുന്നു. ഇത് തന്നെയാണ് വടകരയിൽ കണ്ടത്. റബേഷ് രാമകൃഷ്ണൻ DYFIയുടെ മേഖലാ പ്രസിഡൻ്റാണ്. അയാൾ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പാർട്ടിക്ക്. അയാൾക്കെതിരെ ഒരു FIR ഇടാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദുരഭിമാനം കാരണമല്ല. അയാൾക്കെതിരെ FIR ഇട്ടാൽ അയാൾ ചിലപ്പം വിളിച്ചു പറഞ്ഞേക്കാം, അത് വേറെ ചില ആളുകളിലേക്ക് അത് എത്തിയേക്കാം. അപ്പം റബേഷ് രാമകൃഷ്ണനെ സംരക്ഷിക്കാൻ വേണ്ടി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം രംഗത്ത് വരുന്നു. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ രംഗത്ത് വരുന്നു. ഇതൊക്കെ നിസ്സാരമായി പരിഹരിക്കാവുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ പരിഹരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പം ഈ പറയുന്ന അൻവറിനെ സുഡാപ്പിയാക്കി, മതരാഷ്ട്രവാദിയാക്കി, മൗദൂദിയാക്കി മറികടക്കാൻ പറ്റുമോ എന്നാണ് CPM ആലോചിക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായി മറികടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ദീർഘകാലാടിസ്ഥാനം നോക്കുമ്പോൾ ഈ പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇപ്പോൾ ഇത് ഔസാറ് പറഞ്ഞ പോലെ ഈ സംഭവം ഈ മലബാറിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒരു വിശ്വാസ്യതരാഹിത്യം ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടോ? മലബാറിൽ മാത്രമുള്ള പ്രശ്നമല്ല ഇത്. ഒന്നാമത് CPMനോടും CPMൻ്റെ നേതൃത്വത്തോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോടുള്ള വിശ്വാസ്യതാ നഷ്ടം ലെഫ്റ്റിനകത്ത് തന്നെ ഉണ്ട് രേഷ്മ. ലെഫ്റ്റിൽ തന്നെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ആ വിശ്വാസ പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണ് PV അൻവർ നയിച്ച യുദ്ധത്തെ പാതി വരെയും അവർ പിന്തുണച്ചത്, നിശബ്ദരായിരുന്നത്. അതുകൊണ്ട് കോർ ഇഷ്യൂ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അൻവറിനെ തീവ്രവാദ ചാപ്പയടിച്ചതുകൊണ്ടോ, മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ടോ, കള്ളക്കടത്തുകാരനാക്കിയതുകൊണ്ടോ അടിസ്ഥാനപരമായ പ്രശ്നം അവസാനിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം കാണണമെങ്കിൽ ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ADGPയെ പോലൊരു RSS ബന്ധുവിനെ കൊണ്ടു നടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് കഴിയില്ല, അയാളെ മാറ്റും എന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല, മാറ്റും എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ
അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് സ്വയം ചുരുങ്ങി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അയാളെ മാറ്റുമെന്ന് പറയാൻ ഇപ്പോഴും ധൈര്യപ്പെടുന്നില്ല. 2 തവണ RSS നേതാക്കളെ കണ്ട, RSS പദ്ധതികൾ പോലീസിനകത്ത് നടപ്പിലാക്കുന്നുവെന്ന് സകലർക്കും ബോധ്യപ്പെട്ട ഒരാളോടുള്ള രാഷ്ട്രീയ ലൈൻ, അന്വേഷണ റിപ്പോർട്ട് പോട്ടെ, നമ്മൾ ആവർത്തിച്ചു വന്നത് രാഷ്ട്രീയ ലൈൻ എന്താണ്? ബിനോയ് വിശ്വം പറയുന്നു പറ്റില്ല RSSകാരെ. രാഷ്ട്രീയ ലൈൻ പറയണമല്ലോ. രാഷ്ട്രീയ ലൈൻ ഇങ്ങനെ RSSുമായി കൂടിക്കാഴ്ച നടത്തുന്നതോട് യോജിക്കാൻ കഴിയുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയണമല്ലോ. അത് പറയാൻ കഴിയാതെ പരിമിതപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ആർക്കെതിരെയാണ് തീവ്രവാദത്തിൻ്റെ ചാപ്പ ചുമത്തുന്നത്? RSSനോട് സമ്പൂർണ്ണമായും സന്ധി ചെയ്യപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ മൗദൂദിയാണ്, നിങ്ങൾ സുഡാപ്പിയാണ്, നിങ്ങൾ തീവ്രവാദിയാണെന്ന് പറയുന്നതിൻ്റെ പരിഹാസത എന്തുമാത്രം വലുതാണ്. ശരിയാണ്, ഇപ്പോൾ ഈ ആരോപണത്തിൻ്റെ ഇപ്പോൾ ഈ അൻവറിന് മേലുള്ള ഈ മതചാപ്പയുടെ ആഴം കൂടി വരുന്ന നമ്മൾ കാണുന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ്. അതുവരെ പിന്തുണ ഉണ്ടായിരുന്നു, ഇത്രയൊന്നും കണ്ടിട്ടില്ല. അൻവർ അവസാനം നടത്തിയ ഒരു വാർത്താ സമ്മേളനം, അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ നിലമ്പൂരിൽ. ആ വാർത്താ സമ്മേളനം 2 മണിക്കൂർ നീണ്ടത്. അത് പല വഴിക്കും പരിധി വിട്ടു പോയിട്ടുണ്ട്. അൻവറിനെ തന്നെ കൺട്രോളിലായിരുന്നില്ല അത്. അൻവറിനകത്ത് കുറേ അധികം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം കുറേ ആരോപണം ഉന്നയിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം വിഡ്രോ എന്ന് കണ്ടു. അപ്പോൾ കുറച്ചൊക്കെ കൺട്രോൾ, നിയന്ത്രണമില്ലാത്ത വഴിയിലൂടെ അൻവർ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു കാരണമായി. CPMനൊരു കാരണമായി, സംസ്ഥാന സെക്രട്ടറി കാരണമായി, സൈബർ സ്പേസിന് മൊത്തം കാരണമായി. പിന്നെ ആഞ്ഞടിക്കുകയാണ്. അൻവർ രാഷ്ട്രീയ ശരികേട് പറഞ്ഞു, സംഘപരിവാറിൻ്റെ വർത്തമാനം അൻവർ പറഞ്ഞു എന്ന് പറഞ്ഞു. ശരി, അൻവർ പറഞ്ഞതിൽ പിഴവുണ്ടെങ്കിൽ അൻവറിനെ ആക്രമിക്കുന്നതിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ഓഡിറ്റിംഗ് സംഘം ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ജനുവിനായ പരാതികൾ ഉന്നയിക്കുന്ന PV അൻവർ മലപ്പുറത്തെ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയ ശരികേട് പരിശോധിക്കുന്ന സൈബർ സംഘം എവിടെയായിരുന്നു? ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു, മരണം വരെ ചെങ്കൊടിക്ക് താഴെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ രക്ഷിക്കാൻ ഞാൻ പോരാട്ടം നടത്തുകയാണെന്ന് പറഞ്ഞ ഒരു സഖാവിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയാണ് ഒരു തെളിവില്ലാതെ ഇയാൾ ആരുടെ പ്രതിനിധിയാണ്? ഇയാൾ മലപ്പുറത്തെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന മലപ്പുറത്തെ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണെന്ന് പറയുമ്പോൾ ഒരു സഖാവിനെക്കുറിച്ച് വേറൊരു സഖാവ് അത് പറയാമോ എന്ന ചോദ്യം എവിടെ ഉയർന്നില്ല. പക്ഷെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം പരിധി വിട്ടപ്പോൾ അതിവേഗത്തിൽ ഇതാ ഈ ഓഡിറ്റിംഗ് സംഘം ചാടിയിറങ്ങായി. അൻവർ അത് പറയാൻ പാടില്ലായിരുന്നു, അൻവറിന് തെറ്റുപറ്റിപ്പോയി. CMന് തെറ്റുപറ്റിപ്പോയപ്പോൾ അത് പറയാൻ ഇവിടെയാണ് നമ്മൾ ഈ ഗുരുതരമായ ഇരട്ടത്താപ്പ് കാണുന്നത്. അൻവർ പറയുന്നതല്ല അന്വേഷിക്കാനിരിക്കുകയല്ല ഇവിടെ എന്ന് പറയാം മുഖ്യമന്ത്രി. ആലോചിക്കേണ്ട, അൻവർ പറയുന്നതല്ല അന്വേഷിക്കാൻ, ശരി, അൻവർ പറയുന്നതല്ല അന്വേഷിക്കാനിരിക്കുകയല്ല, അത് ശരിയാണ്. പക്ഷെ അൻവർ എന്താ പറഞ്ഞ് അവിടെ ചെന്നത്? ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പോലും അടിത്തറ ഇളക്കുന്ന ഒരു വിദ്വേഷ യൂട്യൂബർ, അയാൾക്കെതിരെ നടപടി വേണമെന്ന ഒറ്റ ആവശ്യമേ അൻവറിനുള്ളൂ. ആ ആവശ്യം നടപ്പിലാക്കാൻ ഇവിടെ ഇരിക്കുകയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നശീകരണ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ, അവയ്ക്കെതിരെ ഞാൻ കേസെടുക്കും. 50 മിനിറ്റ് സമയമെടുത്ത് അത് പറഞ്ഞത്. വിദ്വേഷ യൂട്യൂബർമാരെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയുക? വിദ്വേഷ യൂട്യൂബർമാരുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ചെയ്യാൻ നോക്കി, അതിൽ കുഴപ്പമൊന്നുമില്ല, ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആഴത്തിൽ സംസാരിക്കേണ്ടത് നശീകരണ മാധ്യമ പ്രവർത്തനമുള്ള വാക്ക് എവിടെയെങ്കിലും ഫിറ്റാവുന്ന എവിടെ അത് ഫിറ്റാവുക? അവിടെ ഉപയോഗിക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. എനിക്കെതിരെയാണല്ലോ ഈ ചാനൽ ഏറ്റവും കൂടുതൽ, ഈ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്നൊരു തമാശ വാചകത്തിൽ അദ്ദേഹം ഒതുക്കി അതിനെ. അപ്പോൾ എന്താണ് നമ്മൾ കാണേണ്ടത്? അടിസ്ഥാനപരമായി ഈ അൻവറിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ അവർക്ക് പല ഗ്രൗണ്ടും കാണും. അൻവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പരിധി വിട്ട് വർത്താനം പറയുന്നുള്ള അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ അൻവറിനെതിരെ സംസാരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അൻവർ മതരാഷ്ട്രത്തിൻ്റെ ആളാണോ? അൻവർ മതവാദിയാണോ? അൻവറിനെ ചമ്മിക്കണം. എങ്ങനെ ചമ്മിക്കണം? ADGP അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ചമ്മിക്കണം. കർശനമായ നിലപാട്, RSSനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അൻവറിനെ പോലെ ആളുകൾ പറയുന്ന അൻവർ എന്താണ്, ഈ മതതീവ്രവാദികളുടെ ആളാണല്ലോ. അവർ എന്താ പറയുക, ആസൂത്രിതമായ ആക്ഷേപം പാർട്ടിക്കും സർക്കാരിനെതിരെ ഉയർത്തുകയാണല്ലോ. അവർക്കൊന്ന് നാവിറങ്ങിപ്പോകുന്ന തരത്തിൽ കർശനമായ നടപടി RSSനെതിരെ എടുക്കാൻ പറ്റാത്ത എന്താണ്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എവിഡൻസ് കിട്ടിയാൽ ഞങ്ങൾ നടപടിയെടുക്കും എന്ന്. എന്ത് എവിഡൻസ്? ഏത് കൈൻഡ് ഓഫ് പോലീസ് അന്വേഷണമാണ് ഇവിടെ വിജയിക്കാൻ പോകുന്നത്? അതിനകത്ത് എങ്ങനെയാണ് പോലീസ് അന്വേഷണം സാധ്യമാവുക? ഒരു നിലയ്ക്കും സാധ്യമല്ലാത്ത, ഒരു നിലയ്ക്കും പ്രൊഡക്റ്റീവ് അല്ലാത്ത, ഒരു ഫലസാധ്യതയില്ലാത്ത ഒരു അന്വേഷണം ഇവിടെ എന്ത് നടത്തുന്നു? അതിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും? വ്യക്തിപരമായ കാര്യങ്ങൾക്ക് കൂടിക്കാഴ്ച നടത്തിയതാണ് എന്നായിരിക്കും അദ്ദേഹം എഴുതിക്കൊണ്ട് വരിക. ഇനി പിണറായി വിജയൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ വായിച്ചുകൊണ്ട് വരും. അത് പോലീസ് വളരെ ഡീറ്റെയിലായി അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ മകൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു RSSകാരെ കാണാൻ പോയതാണ് എന്ന് എഴുതി കൊടുത്ത് അതും വായിച്ചിട്ട് അദ്ദേഹത്തെ പൂർണ്ണമാക്കി വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കും. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ നിലപാട് RSSനെതിരെ പ്രഖ്യാപിക്കാൻ കഴിയാതെ അങ്ങേയറ്റത്തെ പരിമിതാവസ്ഥയിൽ ഒരു പാർട്ടി ചുരുങ്ങി നിൽക്കുന്നതിൻ്റെ തത്സമയ കാഴ്ച നമ്മൾ കാണുന്നു. അതുകൊണ്ട് ആ പ്രശ്നം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. അത് ബോധ്യമുള്ള മനുഷ്യരിവിടെ ഉണ്ട്. അൻവറിൻ്റെ പോരാട്ടം പാതിയിൽ ഒന്ന് എന്താ പറയുന്നത്, വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അൻവറിന് അതിൽ ചില പിഴവുകളും പറ്റിയിരുന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നാലും അൻവർ ഉയർത്തിയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്.
കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കോ സംസ്ഥാന സെക്രട്ടേറിയറ്റിനോ കേന്ദ്ര കമ്മിറ്റിക്കോ PBക്കോ ഉയർത്താൻ കഴിയാത്ത ആ പാർട്ടിയുടെ ഒരു അതിജീവന പ്രശ്നത്തെ, ഈ സംസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ സ്ട്രക്ചറിനെ തകർക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള ഇഷ്യൂ അൻവർ എടുത്ത് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിലിവർ എന്തൊക്കെയോ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇവരൊരു ശരിയായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമോ അതോ സംരക്ഷിക്കുമോ? ആത്യന്തികമായി ആർക്കാരെയാണ് സംരക്ഷിക്കേണ്ടത്? ആരാണ് ഈ വർഗീയ നിലപാടുകളോട് സമരസപ്പെടുന്നവർ, അതിന് കുടപിടിച്ചു കൊടുക്കുന്നവർ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് ദിവസമൊന്നും പോകണ്ടല്ലോ ഈ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണമാകാൻ. അതുകൊണ്ട് ചാപ്പയടിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം രാഷ്ട്രീയമായി ശരിയാണെന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ തീരുമാനം ഈ വിഷയത്തിലെടുക്കാൻ പാർട്ടിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അൻവറുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോഴും അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾ, അൻവർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ അവിടെയുണ്ട്. അത് ഏത് തരത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.